മസനഗുഡി വഴി ഊട്ടി, ഈ ഒരു ഫ്രേസ് ഒരുപാട് റീൽസിൽ നിങ്ങൾ കേട്ട് പഴകിയതാവും അല്ലേ. ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടിക്കല്ല പോകുന്നത്, നിലമ്പൂർ കുടല്ലൂർ വഴി ഊട്ടിക്കാണ് പോകുന്നത്. പ്രൈവറ്റ് വെഹിക്കിളിലാണെങ്കിൽ മസനഗുഡി വഴി പോകാം. ഞങ്ങൾ ഏകദേശം ആ സെയിം റൂട്ടിലാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ആ ഒരു സീനിക് ബ്യൂട്ടി ഒക്കെ കണ്ട് ആസ്വദിച്ചാണ് പോകുന്നത്. മസനഗുഡി ജസ്റ്റ് ടച്ച് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. കാരണം ഞങ്ങളിങ്ങനെ ട്രാവൽസിലാണ് പോകുന്നത് കൊണ്ട് മസനഗുഡിയും കൂടെ ടച്ച് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ വെഹിക്കിൾ പെർമിറ്റ് എടുക്കണം. അത് കുറച്ചധികം എക്സ്പെൻസീവാണ്. പ്രൈവറ്റ് വെഹിക്കിളാണെങ്കിൽ നമുക്ക് ആ പെർമിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പക്ഷേ സീനിക് ബ്യൂട്ടി ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ നിലമ്പൂർ കുടല്ലൂർ വഴി പോകുമ്പോൾ ഗുഡല്ലൂർ കേട്ടോ. അപ്പം ഊട്ടി എന്ന് പറഞ്ഞാൽ ഉദകമണ്ഡലം അറിയാമല്ലോ, നീലഗിരി ജില്ലയിലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇപ്പം ഞങ്ങൾ ഊട്ടിയിലെ ആദ്യത്തെ ഒരു സൈറ്റ് സീയിങ് സ്ഥലത്തെത്തിയേക്കാണ്. ഇത് സൂചിപ്പാറ അഥവാ നീഡിൽ പോയിൻറ്റ്. എൻ്റെ കാലിന് പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഏറ്റവും ടോൾ പോയിന്റിൽ പോയില്ല. ബാക്കി എല്ലാവരും പോയി. അവരെടുത്ത ഈ ദൃശ്യ ഭംഗിയാണ് നിങ്ങൾ കാണുന്നത്. നീഡിൽ റോക്ക് എന്ന് പറയുന്നത് ഹൈവേ തന്നെ ഉള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. കണ്ടോ, ഇവിടെ നോക്കിയാൽ ഇതാണ്. നല്ല വ്യൂ കാണാം, നല്ല മഞ്ഞ് മൂടി, അത്യാവശ്യം തണുപ്പുണ്ട്. പകൽ സമയങ്ങളിൽ ഇങ്ങനെ ഭയങ്കര തണുപ്പില്ല, നല്ല വ്യൂ ആണ്. കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. ഈ ദൂരങ്ങളൊക്കെ നമ്മൾ നടന്ന് പോകണം. നല്ല കാരണം നല്ല കൊച്ചു പിള്ളേരൊക്കെ തന്നെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നല്ലപോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ. നമ്മളെന്തെങ്കിലും ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കൊക്കെ. ഞങ്ങൾ ഊട്ടിയിലെ ഫസ്റ്റ് ഞാൻ ലാൻഡ് ചെയ്ത ഫസ്റ്റ് ലൊക്കേഷനിലെത്തി. ആദ്യം ഇവരെല്ലാവരും കൂടെ ഏതോ ഒരു നീഡിൽ പോയിന്റിൽ പോയി എന്നെ ഇരുത്തിയിട്ട്, ഏതോ ഒരു നീഡിലല്ല, നീഡിൽ റോക്ക് നീഡിൽ റോക്ക് എന്നെ തള്ളുന്നു. നീഡിൽ റോക്ക് പോയിന്റിൽ പോയി, ഞാൻ പോയില്ല, കാല് വയ്യാത്തോണ്ട്. അടുത്ത ഞങ്ങള് സിനിമയിലൊക്കെ കാണുന്ന പൈൻ ഫോറസ്റ്റ് ഉലാത്ത വന്നേക്കുക. അപ്പം മഞ്ജു എന്നോട് പറഞ്ഞു, അവിടെ ഇരുത്തിയിട്ട് പോയപ്പോൾ പറഞ്ഞു എന്നെ കണ്ടിട്ട് കോളേജ് കുമാരിയെ പോലെ ഉണ്ട്. ഞാനപ്പം കോളേജ് കാലഘട്ടത്തിലോട്ട് പോയി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. പുളകിതയായി. അപ്പൊ നമുക്ക് പൈൻ ഫോറസ്റ്റിൽ പോയി ഉലാത്താമ്മ, പൈൻ മരങ്ങളിൽ പോയി ഉലാത്താമ്മ. ഞങ്ങള് ഷൂട്ടിംഗ് പോയിന്റ് വെൻലോക്ക് ഷൂട്ടിംഗ് പോയിന്റ് പോയായിരുന്നു. പക്ഷെ വെൻലോക്ക് ഷൂട്ടിംഗ് പോയിന്റിൽ പോയി. അവിടെ വലിയ രസമില്ലാത്തോണ്ട് ഇറങ്ങിയില്ല. പുതിയൊരു ലോകം, രസമുണ്ട്. അതെ, വ്യൂ നല്ല രസമുണ്ട്. ഊട്ടിയാണെങ്കിൽ എനിക്ക് മഞ്ഞുമൽ ബോയ്സിൽ സിനിമയിലൊക്കെ കണ്ടൊരു ഫീല് വരുന്നില്ലേ, കൊടൈക്കനാലിൽ വന്നൊരു ഫീല് വരുന്നുണ്ട്. പൈൻ ഫോറസ്റ്റ് ഇടയിലൂടെ നടന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഭാര്യ ഭർത്താവിന്റെ ഫോട്ടോ സെഷൻ നടന്നോണ്ടിരിക്കുക. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun. കിങ്സ് ക്ലിഫ് റിസോർട്ടിൽ എത്തിയേക്കുവാണ്. എത്തിയിട്ടൊരു 1 hour ആയി കേട്ടോ. ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി. ഇതൊരു ബ്രിട്ടീഷ് സ്റ്റൈൽ ഒരു ബംഗ്ലാവാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഒരു സെപ്പറേറ്റ് ബംഗ്ലാവ് മോഡൽ കോട്ടേജ് ആണ്. പക്ഷെ വെളിയിലൊക്കെ നല്ല ഓപ്പൺ സ്പേസ് ആയിട്ട് നല്ല അസല് തണുപ്പാണ്. അപ്പം ഞാൻ പതിവ് പോലെ റൂം ടൂർ കാണിക്കാം. സാധാരണ ഞാൻ വന്നാണ് ഡ്രസ്സൊക്കെ മാറ്റുന്ന മുമ്പ് ഫ്രഷ് ആയിട്ടാണ് കാണിക്കാറ്. കുറച്ച് പെട്ടിയൊക്കെ അവിടെ ഇവിടെ ഇരിപ്പുണ്ട്, എന്നാലും അധികം വൃത്തിയിടാവുന്ന മുമ്പ് ഞാൻ കാണിക്കാവേ. ഇപ്പം കയറി വരുമ്പം ഇങ്ങനൊരു സിറ്റ് ഔട്ട് ഉണ്ട്. സിറ്റ് ഔട്ടിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ കണ്ട 2 ചെയർ. ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഈ പഴയ ആൻറ്റിക് മോഡൽ, പഴയ കാലത്തെ ഈ ഡ്രോയറൊക്കെ പോലെ. പക്ഷെ ഈസിയായിട്ട് തുറക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഞാൻ ബലം പിടിച്ച് തുറന്നു. ഭയങ്കര പാടെനിക്ക്. അതിനകത്തൊരു ബാസ്ക്കറ്റ്. ഇത് കൊള്ളാലോ, നല്ലൊരു ക്യൂട്ട് ട്രേ, നല്ല രസമുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, ഒരു മാഗസിൻ. ശരിക്കും നമ്മൾ പഴയ കാലത്ത് ഒരു പഴയ വീട്ടിലോട്ടൊക്കെ വന്ന പോലെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമുക്ക് കയറുമ്പോൾ നല്ലൊരു ഫീല്, നല്ല തണുപ്പ്. അത് ഫാനില്ല, ഒന്നുമില്ല.
സൈഡിൽ ഒരു വലിയൊരു സോഫ, പിന്നെ എപ്പോഴും ഉള്ളതുപോലെ ഒരു ബെഡ്. കുറച്ച് ഇരുട്ടാണ് കേട്ടോ, ലൈറ്റ് കുറച്ച് നല്ല ഹൈറ്റുള്ളൊരു സീലിംഗ്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ തണുപ്പ് സ്ഥലങ്ങളൊക്കെ ഉള്ളതുപോലെ ഒരു ഫയർ പ്ലേസ്. അവർ പറയുവാണെങ്കിൽ അത് ലൈറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എക്സ്ട്രാ ഒരു 500 അതിന് പേ ചെയ്യണം. ഇത് അകത്തെ ഡൈനിങ് റൂമിലുണ്ട്. ഡിന്നർ നമുക്ക് അകത്ത് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് വെളിയിലൊരു ഗ്ലാസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. കോർണറിലായിട്ട് ഒരു TV, പിന്നെ വാർഡ്രോബ്, ലഗേജ് വെക്കാനായിട്ട് ഇവിടെ ഒരു സ്പേസ്, അകത്തും ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു വുഡൻ, ഇവിടെ ഇങ്ങനെ ഫുൾ കുറച്ച് വുഡാണ് ആദ്യം. 2 സൈഡ് ടേബിൾസ് ഉണ്ട്. ബാത്റൂം ഭയങ്കര രസമാണ്. ഇവിടെ ബാത്റൂം ടൂറാണ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് തന്നെ നല്ല ഒരു മിറർ, താഴെ ഒരു വൈറ്റ് സ്റ്റോറേജ് ഏരിയ, വെളിയിൽ വിശാലമായ ഒരു ടോയ്ലറ്റ് ഏരിയ, റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ വെറ്റ് ഏരിയ കുളിക്കാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞാലൊരു ഇവിടെ മിറർ ഒന്നും അകത്ത് കണ്ടില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഓക്കെ ഇതായിരിക്കും ഡ്രസ്സിങ് ഏരിയ ഇങ്ങനെ വിശാലമായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ഞാൻ ഈ ഒരു സ്ഥലം കാണുന്നത്. ഇങ്ങനൊരു ഡ്രസ്സിങ് ഏരിയ സൈഡിലുണ്ട്. അത് ഞാൻ ആക്ച്വലി ആദ്യമൊന്നും കണ്ടേ ഇല്ല കേട്ടോ. ഈ പണ്ടത്തെ വീടുകളിലൊക്കെ ഉള്ള ഒരു മേശ, അതിങ്ങനെ പഴയ രീതിയിൽ ഇരിക്കുകയാണ്. നല്ലൊരു പുരാതനമായ ഒരു മേശ പോലെ തന്നെ ഇരിപ്പുണ്ട്. ഇതാണ് ഇങ്ങനെ ചെറിയ ഡ്രോയേഴ്സൊക്കെ ആയിട്ട്. അത് തുറക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പണ്ടിങ്ങനെ ശരിക്കും പഴയത് തന്നെയാണ് കേട്ടോ. ഇവർ പണിത് വെച്ചൊന്നുമല്ല, പണ്ടത്തെ ഒരു സാധനമൊക്കെ എടുത്തിങ്ങനെ കൊണ്ടുവന്നേക്കുകയാണ്. പക്ഷെ കൊള്ളാം, നമുക്ക് താമസിക്കുമ്പം ഒരു ഫീലൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഡേ രാവിലെ ഞങ്ങളുടെ റിസോർട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞങ്ങളുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡൻ. എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ഗൗരിക്കുട്ടിയാണ് കേട്ടോ. ഒരു ഹായ് പറയുമോ ഗൗരിക്കുട്ടി? ഗൗരിക്കുട്ടി ഹായ് ഒക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അതാണ് ഞങ്ങളുടെ ഗ്ലാസ് ഹൗസ് റെസ്റ്റോറൻ്റാണ്. നല്ല രസമാണ് കേട്ടോ. ഇന്നലെ ഞങ്ങളൊരു ട്രഷർ ഹണ്ടൊക്കെ നടത്തി. റെസ്റ്റോറൻറ്റിലോട്ട് കയറി എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. സെക്കൻഡ് ഡേ ആദ്യം പോയത് ഊട്ടി ലേക്കാണ്. ഇത് 64 ഏക്കേഴ്സിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബോട്ട് ഹൗസ് തന്നെയാണ്. നമുക്ക് പലതരം ബോട്ടുകളുണ്ട് ഇവിടെ. 2 പേർക്കൊക്കെ ആണെങ്കിൽ പെഡൽ ബോട്ടുണ്ട്, അല്ലാതെ ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ മൊത്തമായിട്ട് 10 പേർക്കോ 16 പേർക്കോ ഒക്കെ ആയിട്ട് ബോട്ട് ചൂസ് ചെയ്യാം. നല്ല രസമാണ് നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത്. പിന്നെ ചുറ്റിനും ഇങ്ങനെ കാടാണ്. അപ്പോൾ കാടിൻ്റെ നടുക്കൂടെ ബോട്ടിങ്ങിന് പോകുന്നത് നമ്മൾ ആ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും ചുറ്റിനുള്ള എന്തൊക്കെയാണ് ഓരോ ടൂറിസ്റ്റ്. ഗുഡ് ഷെപ്പേർഡ് സ്കൂളായി കാണുന്ന ഗുഡ് ഷെപ്പേർഡ് സ്കൂളാണ്. അതൊക്കെ ഒത്തിരി സിനിമയുടെയൊക്കെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള സ്ഥലമാണ്. അതൊക്കെ ബോട്ട് ഓടിക്കുന്ന ഡ്രൈവർ ചേട്ടൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇവിടെ ഈ ബോട്ടിങ് അല്ലാതെ പിന്നെ കുട്ടികൾക്കായിട്ട് കുറേ ഫൺ ആക്ടിവിറ്റീസ്, 70s ഹൊറർ സിനിമയുടെ ഒരു സ്ഥലമുണ്ട്. പിന്നെ ഒരു മിറർ ഹൗസ് ഉണ്ട്. അതൊക്കെ കൊച്ചു കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് ഒരു ഫൺ ആക്ടിവിറ്റീസ്. ഊട്ടിയിലേക്ക് ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി. ഇവിടുന്ന് ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ 1000 റുപ്പീസിൻ്റെ ഒരു ബോട്ടാണ് എടുത്തത് കേട്ടോ. 20 മിനിറ്റ്സ് ഒരു റൗണ്ട് അവർ ചുറ്റിനും കൊണ്ടുപോകും. ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഇതേപോലെ 1150 10 പേർക്ക് അങ്ങനെയാണ് എടുത്തത്. അല്ലാതെ ഒറ്റയ്ക്കാണെങ്കിൽ ഇതേപോലെ പെഡൽ ബോട്ടിലാണ് പോകാൻ പറ്റുക. 1-2 പേരൊക്കെ ആയിട്ടുള്ള ഇതാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഇവിടെ എഴുതിയിട്ടില്ല. അതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഇവിടെ 8 സീറ്റർ 950, 10 സീറ്ററാണ് ഞങ്ങളെടുത്ത 1150, പിന്നെ 15 സീറ്റർ 1650. ഞങ്ങൾ ത്രെഡ് ഗാർഡനിലോട്ട് കയറുകയാണ്. ഈ ഊട്ടിയിലേക്ക് നേരെ ഓപ്പോസിറ്റാണ് ത്രെഡ് ഗാർഡൻ. ഓപ്പോസിറ്റ് പറഞ്ഞാൽ കുറച്ച് ഒരു 2 മിനിറ്റ് നടന്നാൽ മതി. നൂല് ഉപയോഗിച്ച് 50 പെൺകുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത് 12 വർഷം ആയിക്കണ ഈ ഗാർഡൻ ചെയ്യാൻ. സൂചിയോ മെഷീനോ ഒന്നുമേ യൂസ് ചെയ്തിട്ടില്ല, കയ്യിൽ ചെയ്തിക്കണ്. എങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മളെ ഷർട്ട് കളറിന്റെ അകത്ത് വരൂലേ ക്യാൻവാസ്, അതിനെ പൂ ഷേപ്പിലും ഇല ഷേപ്പിലും കട്ടാക്കി അതിന്റെ പുറത്ത് നൂൽ ചുറ്റിയിരിക്കണം. ഇവിടെ കാണുന്ന പുൾ, പായൽ, ആമ്പൽപ്പ് ഉൾപ്പെടെ എല്ലാം ത്രെഡാണ്. ഫസ്റ്റ് ഒന്ന് ലാസ്റ്റ് വരെ നോക്കി, ലാസ്റ്റിൽ സാമ്പിളിൻ്റെ തൊട്ട് നോക്കി തടിയും
കല്ല് മാത്രം ഒറിജിനൽ, ബാക്കി എല്ലാ ഫ്ലവേഴ്സും നൂല് കൊണ്ട് ഉണ്ടാക്കിയതാ. ആ പാറിന്റെ മുകളിൽ കാണുന്ന പായൽ, വെള്ളത്തിൽ കാണുന്ന ആമ്പൽപ്പൂ എല്ലാം നൂല് കൊണ്ട് ഉണ്ടാക്കിയതാ. ത്രെഡ് ഗാർഡൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഇപ്പം കേട്ടല്ലോ. ഇത് 12 ആർട്ടിസ്റ്റിൻ്റെ 50 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. പ്യുവർ നൂല് വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ ഗാർഡനാണിത്. ഊട്ടിയിൽ ഒത്തിരി നാച്ചുറൽ ഗാർഡൻ ഉണ്ട് കേട്ടോ. ഫേമസ് ആയിട്ടുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡൻ, കർണാടക ഗാർഡൻ ഒക്കെയാണ്. ഞങ്ങൾ അങ്ങനത്തെ ഗാർഡൻസിലൊന്നും പോയില്ല കേട്ടോ. കാരണം മഞ്ജുരും ഗായത്രിക്ക് അങ്ങനത്തെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ടൈമും ഇല്ലായിരുന്നു, കാരണം ആകെ 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത്രയൊക്കെ ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് 2 ദിവസത്തിനകം മാക്സിമം ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് എല്ലാവരുടെയും ഒരു പൊതു ഇൻട്രസ്റ്റ് പ്രകാരം സെലക്ട് ചെയ്തിട്ടാണ് ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്തത്. ഇത് ലവ്ഡെയിൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനാണ്. ലവ്ഡെയിൽ ഇതും ഒരുപാട് സിനിമകളിലൊക്കെ കണ്ട് ലവ്ഡെയിൽ സ്കൂള്, ലവ്ഡെയിലുള്ള ഒരു ഫേമസ് സ്കൂളിലോട്ട് ഞങ്ങൾ പോവുകയാണ്. ഇത് ഈ കുറേ സിനിമകളിലൊക്കെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള ദ ലോറൻസ് സ്കൂൾ ലവ്ഡെയിൽ. അകത്തോട്ട് കയറാനായിട്ട് സമ്മതിക്കത്തില്ല. ഞങ്ങൾ ഈ വണ്ടിയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ച് പിള്ളേർക്ക് അഡ്മിഷൻ എടുക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അങ്ങനെ ഈ വണ്ടിയൊക്കെ കാണുമ്പോഴത്തേക്കും വേറെ ഒരു സ്കൂളും കൂടെ ഉണ്ട്, ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ. അവിടെയും 2-3 ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. അതൊരു നോർമൽ സ്കൂളിൻ്റെ മോഡലാണ്. ഇവിടുത്തെ ഇങ്ങനെ ഈ കരിങ്കൽ മോഡൽ കൺസ്ട്രക്ഷനൊക്കെയാണ് ഇതിനകത്ത്. ഈ കാണുന്നതാണ് ചേർച്ച്, സ്കൂളിനകത്ത് തന്നെയുള്ള ചേർച്ച്. ഇത് എമറാൾഡ് ലേക്ക്. ഇത് ഇന്ദിരാനഗർ എന്ന് പറയുന്നൊരു ചെറിയ വില്ലേജിനകത്തുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നല്ല സീനിക് ബ്യൂട്ടിയൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഈ മൗണ്ടനൊക്കെ ക്ലൈംബ് ചെയ്ത് നമുക്ക് അതിൻ്റെ ആഴക്കത്ത് എത്താൻ കുറച്ച് പാടാണ്. സൈഡിലൊരു എമറാൾഡ് ഡാമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതിൻ്റെ അടുത്തോട്ട് പോകാൻ ശ്രമിച്ചില്ല, കാരണം അവിടോട്ട് എത്താനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ഈ പോകുന്ന വഴിയൊക്കെ അതാണ്ട് ഈ സീനിക് ബ്യൂട്ടി ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ്. ഇത് ഊട്ടിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്റ്റോറാണ്, മോഡീസ് ചോക്ലേറ്റ് ഫാക്ടറി. ഇവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നൊന്നും കാണാൻ പറ്റത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഒക്കെ കിട്ടും. അപ്പം ഞങ്ങൾ ചോക്ലേറ്റ് മേടിക്കാനായിട്ട് ഇങ്ങോട്ട് കയറുവാണ്. യൂഷ്വലി മൂന്നാറും ഒക്കെ ഇതേപോലത്തെ ചോക്ലേറ്റ് ഫാക്ടറീസ് ഒരുപാടുണ്ട്. പക്ഷെ മൂന്നാറിലെ ചോക്ലേറ്റ് ഒന്നും ഞങ്ങൾ മൂന്നാർ ടീ എസ്റ്റേറ്റ് അവിടെ ഒക്കെ പോയി ചോക്ലേറ്റ് മേടിച്ചു, പക്ഷെ ഒന്നും വലിയ ടേസ്റ്റ് ഇല്ല. അപ്പം ഇവിടുത്തെങ്കിലും ഈ മോഡീസ് ചോക്ലേറ്റ് ഫാക്ടറി ഞാൻ കുറേ റീൽസൊക്കെ കണ്ടിട്ട് ഭയങ്കര ടേസ്റ്റി ചോക്ലേറ്റ് ആണെന്നാണ് ആ റീൽസിൽ നിന്ന് മനസ്സിലാക്കിയത്. ആക്ച്വലി ടേസ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ കഴിച്ചിട്ട് പറയാം. ഇവിടുത്തെ തിരക്ക് കണ്ടോ, ചോക്ലേറ്റ് മേടിക്കാനാണ് കേട്ടോ. മഞ്ജു, ഇവിടെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. ഇത് സ്ട്രോബെറി ഈ ചോക്ലേറ്റ് സോസിനകത്ത് ഡിപ്പ് ചെയ്ത് ഞങ്ങൾ മേടിച്ചതാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ആ ചോക്ലേറ്റ് സോസ്, എസ്പെഷ്യലി സ്ട്രോബെറിക്ക് ഇച്ചിരി പുളി ഉണ്ടായിരുന്നു, പക്ഷെ ആ ചോക്ലേറ്റ് സോസ് നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി സോസായിരുന്നു. പിന്നെ വീട്ടിൽ കൊണ്ടുപോയ നല്ല നട്ട്സുള്ള ചോക്ലേറ്റ് ഒക്കെ മേടിച്ചായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഊട്ടിക്ക് വരികയാണെങ്കിൽ ഈ ഷോപ്പ് മിസ് ചെയ്യാതിരിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഞാൻ മേടിച്ചായിരുന്നു ഓരോ ബാറ്. ഈ സെയിം സാധനം ഞാൻ മൂന്നാറിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്ന് മേടിച്ച് എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നില്ല. പിന്നെ ഇവിടുത്തെ മിസ് ചെയ്യാതെ ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ഹോട്ട് ചോക്ലേറ്റ്. അപ്പോൾ എനിക്കിപ്പോഴും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും അത് കണ്ടിട്ട് കൊതി വരുന്നു. നല്ല ഉഗ്രൻ സാധനമാവും. ഹേസൽനട്ട് ഹോട്ട് ചോക്ലേറ്റ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഹേസൽനട്ട് ഫ്ലേവറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഡോണറ്റ് അത്ര ടേസ്റ്റി ആയിരുന്നില്ല, പക്ഷേ ഹേസൽനട്ട് ഹോട്ട് ചോക്ലേറ്റ് സൂപ്പർ ടേസ്റ്റാണ്. അതിനൊരു ചൊല്ലടി കിട്ടുന്നില്ല. ഞങ്ങള് കിങ്സ് ക്ലിഫ് ഊട്ടിയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോവുക. 2 ദിവസമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം. എല്ലാവരും രാവിലെ റെഡിയായി, സുന്ദരി മണികൾ ഒക്കെയായി, മണികളും മണയന്മാരുമായി ഫോട്ടോ സെഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ജു ഫാമിലിയൊക്കെ അപ്പുറത്ത്, ഇവിടുന്ന് കുറേ ഫോട്ടോ എടുത്തിട്ട് അവർ അപ്പുറത്തോട്ട് പോയി. എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. അപ്പം ഞാൻ മുരളീനെ കൊണ്ട് ഈ ഗാർഡനിലൊക്കെ നടന്ന് എനിക്ക് ഒരു ഷോർട്സ് ഒക്കെ ഷൂട്ട് ചെയ്ത് തരാനായിട്ട് പറയാൻ തുടങ്ങുവാണ്. ഞങ്ങൾ ദൊഡാപ്പേട്ട പീക്കിലോട്ട് വന്നേക്കുകയാണ്. ഇതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. സാറ്റർഡേ മോർണിംഗ് ആണ്. ദൊഡാപ്പേട്ട പീക്ക്, ദൊഡാബെട്ട
DODDABETTA ദൊഡാബെട്ട. അതിൻ്റെ മുകളിലും അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ ഫ്രണ്ടിൽ കാണുന്നത് ഈ കാണുന്നത് ഫുൾ ഊട്ടി ടൗൺ ആണ് കേട്ടോ. ഊട്ടിപ്പട്ടണം. ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല വ്യൂ ഉണ്ട്. ഊട്ടിപ്പട്ടണം ഫുള്ളായിട്ട് കാണാം. ദൊഡാബെട്ട എന്ന് പറഞ്ഞാൽ നീലഗിരിയിലെ ഹയസ്റ്റ് മൗണ്ടൻ ആണ്. പിന്നെ സൗത്ത് ഇന്ത്യയിലെ 4th ഹയസ്റ്റ് പീക്കാണ്. ഇത് ഈ ദൊഡാബെട്ട എന്ന് പറഞ്ഞാൽ കന്നഡയിൽ വലുതെന്നാണ് അർത്ഥം. അങ്ങനെയാണ് ദൊഡാബെട്ട എന്ന് പേര് വന്നത്. ഏറ്റവും വലിയ മൗണ്ടൻ ആയതുകൊണ്ട് ദൊഡാബെട്ട പീക്ക് എന്ന് പേര് വന്ന്. ഇത് ഈസ്റ്റേൺ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ആ ഒരു ജംഗ്ഷനിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ഊട്ടി പട്ടണം ഫുള്ളായിട്ട് കാണാൻ പറ്റും. ദൊഡാബെട്ട പീക്കിൻ്റെ ചുറ്റിനും നല്ല കൊടും കാടാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് വരെ വണ്ടി എത്തും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പീക്ക് വരെ നടന്നു കയറേണ്ട കാര്യമൊന്നുമില്ല. തൊട്ടടുത്ത് വരെ വണ്ടിയൊക്കെ എത്തും. പിന്നെ ഇതിൻ്റെ അടുത്ത് നല്ല കഫേയും ഒക്കെ ഉണ്ട്. ഇതെന്നത് റാഡിഷ്. ആണല്ലേ. റാഡിഷ് ക്യാരറ്റ് ബ്രൊക്കോളി 180. ഇത് റെഡ്. ഇത് റാഡിഷാ? റെഡ് റാഡിഷ്. ഇത് എന്താണ്? അതെന്നത്? കൂട്ടുവെക്കലോ? ഇത് റെഡ് ക്യാബേജ്. ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ. ഒത്തിരി സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും എല്ലാവരും അല്ലേ ഈ റെയിൽവേ സ്റ്റേഷൻ, ഈ ബോർഡും ഒക്കെ. ഒരുപാട് തമിഴ് സിനിമകളിലും മലയാള സിനിമകളിലും ഒക്കെ ഈ ബോർഡ് ഭയങ്കര ഫെമിലിയറാണ്. ഈ ട്രെയിനും ഇതിപ്പം ജസ്റ്റ് ഒരു മോഡൽ വെച്ചേക്കുന്നതാണ്. സ്റ്റീം എൻജിനാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. അപ്പം ഈ ട്രെയിനിൽ ഞങ്ങൾ മേട്ടുപ്പാളയം വരെ ഇവിടുന്ന് പോകുന്നുണ്ട്. നല്ല ഒരു ജേണി ആയിരിക്കും. ഒത്തിരി സീനിക് ബ്യൂട്ടിയൊക്കെ ആയിട്ടാണ് ട്രെയിൻ ജേണി എന്ന് പറയപ്പെടുന്നത്. ഞാനിങ്ങനെ സിനിമയിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഞങ്ങൾ എത്തിയേക്കുന്നത്. ഇത് ശരിക്കും 3 മാസം മുന്നേയൊക്കെ ബുക്ക് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾ വരുവാണെങ്കിൽ ഈ ട്രെയിൻ ജേണി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഞങ്ങൾ 3 months മുമ്പ് ബുക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ ടിക്കറ്റ് കിട്ടിയത്. ഞങ്ങളിപ്പോൾ ഊട്ടി സ്റ്റേഷനിൽ ഇങ്ങനെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മാഡം വരുന്നു. കുറച്ച് നേരമുണ്ട്, 40-50 minutes ഉണ്ട് ഇനി ട്രെയിൻ വരാൻ. പേടിച്ച് വരുന്നുണ്ടാവും. ട്രെയിൻ വരുന്നുണ്ട്. ഈ ട്രെയിനിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ട്രെയിൻ ഹോൺ അടിച്ച് വരുന്നു. നല്ല രസമാണ് ട്രെയിൻ കാണാനായിട്ട്. ഫുള്ളിങ്ങനെ ഓപ്പൺ ട്രെയിൻ പോലെ. നിറച്ച ആളാണ്. பட்டணம் போட்டி கட்டணம் சொன்ன வாடா எங்க கட்டணம் சிங்க கட்டணம் சும்மா இரு. IRTCയുടെ സൈറ്റ് വഴി തന്നെയാണ് ഈ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്താലേ നമുക്ക് സീറ്റ് കിട്ടത്തുള്ളൂ. കാരണം നല്ല തിരക്കാണ് ഈ ട്രെയിനിലൊക്കെ. ഞങ്ങൾ ഊട്ടി ടു മേട്ടുപ്പാളയമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഊട്ടി ടു മേട്ടുപ്പാളയം 3.5 hours ഉണ്ട് ഓൾമോസ്റ്റ്. ഊട്ടി ടു കൂന്നൂരാണെങ്കിൽ സെയിം റൂട്ട് തന്നെ 1.5 മണിക്കൂറാണ്. നല്ല ഒരു സീനിക് ബ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ഊട്ടി കൂന്നൂർ ഈ ട്രാവൽ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ ട്രാവൽ ചെയ്ത വണ്ടിയോട് പിന്നെ മേട്ടുപ്പാളയത്തോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ വണ്ടിയിൽ പോവുകയാണെങ്കിൽ വണ്ടി ഡ്രൈവർ ഉണ്ടെങ്കിൽ അവിടെ വരാൻ പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ദിവസത്തെ ഊട്ടി ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് തിരിച്ച് പോകുന്ന വഴിയാണ്. അപ്പം എൻജോയ് ചെയ്തോ രണ്ടുപേരും? നല്ല ട്രിപ്പായിരുന്നു. ഇത്രയും പറഞ്ഞാൽ ആരും കേൾക്കാൻ പോകുന്നില്ല. ഉറക്കം വളരെ നല്ല ട്രിപ്പായിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞങ്ങളെ ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും വീഡിയോയിൽ, എൻജിനീയറിങ് ഫ്രണ്ട്സാണ് ഞങ്ങൾ 3 പേരും. അപ്പം ഞങ്ങൾ ഭയങ്കര ഒരു ലക്കായിട്ടാണ് വിചാരിക്കുന്നത് അല്ലേ. എൻജിനീയറിങ് സാധാരണ ലേഡീസ് ഹസ്ബൻഡുമാരെ വിളിച്ചുകൊണ്ടെങ്കിൽ എൻജിനീയറിങ് ഫ്രണ്ട്സ് ഞങ്ങൾ എപ്പോഴും പറയല്ലേ. അതൊരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഹസ്ബൻഡുമാരെയും വിളിച്ചിങ്ങനെ പോകാൻ പറ്റുന്ന ഒരു, അതെ, 25 വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ. ഞങ്ങൾ എന്നിട്ട് പറയാം 70 വയസ്സ് വരെ ഞങ്ങൾക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ ടച്ച് വുഡ് കേട്ടോ, കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നാണ് ആഗ്രഹം. ആരും കണ്ണു വെക്കരുത്, ഞങ്ങൾക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റണം. അപ്പം ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.
chase the night. Wanna dance to the light. Pull the stars from the sky just to